Praise the Lord. No, I thank God for this opportunity to be here and speak from the Word of God. Being in the Kalamesheri Church is always a joyful occasion, and worshiping and especially speaking from the Word of God is more joyful, and it's a great occasion. കളമശ്ശേരി സഭയിൽ ആയിരിക്കുന്നതും അതുപോലെ ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ആരാധിക്കുവാൻ സാധിക്കുന്നതും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ കളമശ്ശേരി സഭയിൽ വന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറയുവാൻ സാധിക്കുക എന്നുള്ളത് അതിലധികം എന്നെ സന്തോഷിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. It's great to see this hall is full. നമ്മുടെ ഈ ഹോൾ ഇന്ന് നിറഞ്ഞാണ് ഇരിക്കുന്നത്, കാണുന്നത് വളരെ സന്തോഷകരമാണ്. After the renovation, I was thinking that we have got a bigger space. When will this place be filled? But within a short span of time, this place is full again. നമ്മുടെ ഈ ഹോള് നമ്മൾ വിപുലീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ ഹോളാണല്ലോ, ഇത് മുഴുവനായിട്ട് നിറയുവാനായിട്ട് എപ്പോൾ സാധിക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നാൽ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ ഹോള് നിറഞ്ഞ് പൂർണ്ണമായിട്ട് ആളുകൾ ഇതിൽ വന്ന് കണ്ട് ആ രീതിയിൽ സന്തോഷിക്കുവാനായിട്ടും നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. So I'm so happy to be here and to see the church is growing. ഇവിടെ ആയിരിക്കുവാനും സഭയിൽ സഭ കളമശ്ശേരിയിലെ സഭ എണ്ണത്തിൽ ഗുണത്തിൽ വർദ്ധിച്ചു വരുന്നത് കാണുവാനും എനിക്ക് ഇടയാകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Since we also have a translation, we don't have much time, so I'll go fast. നമുക്കിന്ന് വളരെ വേഗത്തിൽ പോകേണ്ടത് ആവശ്യമാണ്, കാരണം ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ. So when we look into the Bible, we see sin being described using different metaphors. നമുക്കറിയാം വേദപുസ്തകത്തിൽ പാപത്തെക്കുറിച്ച് പറയുവാനായിട്ട് അനേക സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And we know that in literatures we use metaphors so that we get a deeper understanding of a concept, because that metaphor will be something that we see in our day-to-day regular life. നമ്മൾ ഏതൊരു സാഹിത്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും സാഹിത്യത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് സദൃശ്യങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത്. കാരണം പ്രത്യേകമായിരിക്കുന്ന ഒരു സദൃശ്യം വെച്ച് നമ്മളൊരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ അത് വളരെ വേഗത്തിൽ നമ്മൾക്ക് വളരെ പരിചയമുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾക്കത് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. And when we study these metaphors that are being used about sin, we get a much more deeper and but more clear understanding about sin. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ ആ സാദൃശ്യങ്ങളെ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാപത്തിൻ്റെ ആ ഒരു ശരിയായിരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ഒരു ചിത്രം, ഒരു കാഴ്ചപ്പാട് ലഭിക്കുവാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. If you go to the book of Genesis chapter 4, before Cain was about to do that sin of murdering his brother, we can see God confronting Cain and saying that sin is crouching at your door, and if you don't control it, it will consume you. There we can see that God is saying that sin is like a crouching predator that is going to consume you. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കായിൻ്റെയും ഏബേലിൻ്റെയും ചരിത്രം നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ കായിൻ തൻ്റെ സഹോദരനായിരിക്കുന്ന ആബേലിനെ കൊല്ലുവാനായിട്ട് ഒരുങ്ങുന്നതിന് മുമ്പ് ദൈവം തന്നോട് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതിപ്രകാരമാണ് തന്നോട് ദൈവം പറയുന്നു, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അത് വാതിൽക്കൽ പതിയിരിക്കുന്നു, നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കുമെന്ന് പറഞ്ഞ ഒരു മുന്നറിയിപ്പ് കയ്യിന് അവിടെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പാപത്തെ നമ്മൾ കാണുന്നത് പതിയിരിക്കുന്ന ഒരു ശത്രുവിനെ പോലെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ പോലെയാണ്. And when we come to 1 Corinthians chapter 5, there we can see Apostle Paul, after confronting the sins of in the Corinthian church, he says that sin is like a leaven, sin is like an yeast which leavens the whole lump with a small quantity. അതുപോലെ തന്നെ 1 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെയുള്ള സഭയിലെ പാപത്തെ ശാസിച്ചുകൊണ്ട് അവരോട് പറയുമ്പോൾ പാപത്തെ ഒരു പുളിപ്പിനോട് അല്ലെങ്കിൽ ഒരു പുളിച്ച മാവിനോട് സാദൃശ്യപ്പെടുത്തി അല്ലെങ്കിൽ ഉപമിച്ചുകൊണ്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം ആ ഒരു പുളിച്ച മാവ് ആ പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് താൻ അവിടെ പറയുന്നു. And again when we come to 1 Corinthians chapter 15, there we see that sin is said as the sting of death. നമുക്കറിയാം 1 കൊരിന്ത്യർ തന്നെ 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പാപത്തെ മരണത്തിൻ്റെ വിഷമുള്ള അല്ലെങ്കിൽ ആ വിഷമുള്ള അല്ലെങ്കിൽ വിഷപ്പല്ല്
എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സാദൃശ്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. So there we see Apostle Paul is saying that sin is something that inflicts pain and death eventually. അവിടെ പാപം എന്ന് പറഞ്ഞാൽ വേദന ഉളവാക്കുന്ന, മരണം ഉളവാക്കുന്നതായിരിക്കുന്ന ഒരു വസ്തുവാണ് എന്നുള്ള നിലയിൽ താൻ പാപത്തെ അവിടെ സാദൃശ്യമായിട്ട് പറയുന്നു. So throughout the Bible we see different metaphors are used to describe sin and the ferociousness and the seriousness of sin. പാപത്തെയും അതിന്റെ ഭയങ്കരത്വത്തെയും കാണിക്കുവാനായിട്ട് ബൈബിളിൽ ഉടനീളം പാപത്തെ വളരെയധികം കാര്യങ്ങളോട് സദൃശ്യപ്പെടുത്തി പറയുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. So today we will discuss about one such metaphor that is used to describe sin. Let's turn to John chapter 8 verses 31 to 36. ഇവിടെ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പാപത്തോടുള്ള ബന്ധത്തിൽ പാപത്തെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31 to 36. 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു സാദൃശ്യത്തോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. Let's read that passage. John chapter 8 verses 31 to 36. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായി ഇരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. You know, in the English translation it says that everyone who sins is a slave to sin. ഇവിടെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു അല്ലെങ്കിൽ അടിമയാകുന്നു. You know, here we can see that sin is being compared or explained using a metaphor, slavery. ഇവിടെ പാപത്തെ അടിമത്തത്തോടാണ് സദൃശീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. And slavery is such a derogatory term, you know, and none of us like to be called as a slave. None of us want to be addressed or treated as a slave. നമുക്കറിയാം, അടിമത്തം എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആരും നമ്മളെ അടിമകളായിട്ട് കരുതുന്നില്ല, അല്ലെങ്കിൽ അടിമത്തത്തിലായിരിക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. And this is the same feeling that the Jews also got when they came to Jesus Christ. ഇവിടെ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് യഹൂദന്മാർ വന്നപ്പോൾ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന അനുഭവം അത് തന്നെയാണ്. And verse 31 of this passage we read, so Jesus said to the Jews who had believed in him. ഇവിടെ 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. And here we can see these are the Jews, they believed in Jesus Christ. They were fascinated by Jesus Christ. They wanted to hear the teachings of Jesus Christ, and they are coming to Jesus Christ to hear something good, and you can see Jesus Christ addressing them as slaves. ഇവിടെ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ താല്പര്യപ്പെട്ട, അവന്റെ വചനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ച, അവന്റെ വചനത്തിൽ സന്തോഷിച്ച, അവന്റെ വചനം കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചതായിരിക്കുന്ന യഹൂദന്മാര് തൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവരോട് യേശു കർത്താവ് പറയുന്നതായിരിക്കുന്ന വാക്കാണ് നമ്മൾ കേട്ടത്, നിങ്ങൾ പാപത്തിന്റെ അടിമകളാണ് എന്നുള്ളത്. നിങ്ങൾ അടിമകളാണെന്നുള്ളത് നമുക്കറിയാം. ആ രീതിയിൽ ആ ഒരു നിങ്ങൾ അടിമകളാണ് എന്ന് പറയുന്നത് കേൾക്കുവാനായിട്ട് ഒട്ടും തന്നെ അവർക്ക് താല്പര്യപ്പെട്ടില്ല. അവർ ആ രീതിയിൽ ആഗ്രഹിച്ചില്ല കർത്താവിന്റെ അടുക്കിലേക്ക് വന്നത്. And you can see that it's so unwelcoming in nature, right? You know, these are the Jews who believed in Jesus Christ, and they are coming to Jesus Christ, and Jesus Christ is, you know, addressing them with as slaves. ഇവിടെ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വന്നതായിരിക്കുന്ന യഹൂദന്മാരോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ അടിമകളാണ് എന്നുള്ള കാര്യം. അത് ഒരിക്കലും കേൾക്കുവാൻ അവർ ആഗ്രഹിച്ചതായിരിക്കുന്ന ഒരു വചനമല്ല. And they were so offended, and immediately they saying, what are you saying? We are Abraham's descendants. We have never been slaves to anyone. അത് കേട്ടപ്പോൾ അവർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരെ പറഞ്ഞു, നീ എന്താണ് പറയുന്നത്? ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, ഞങ്ങൾ ആർക്കും ഒരിക്കലും അടിമകളായിരുന്നിട്ടില്ല. And sometimes that can be our mentality too. What are you saying that? Why are you calling us slaves? We have been to church, we are attending Bible classes, we are regular to church, and you are calling me a slave? പ്രിയമുള്ളവർ, ഒരു പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയും അത് തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് ഞങ്ങൾ അടിമകളാണ് എന്ന് പറയുന്നത്? ഞങ്ങൾ സ്ഥിരമായിട്ട് ചർച്ചിൽ വരുന്നവരാണ്, ഞങ്ങൾ വചനം കേൾക്കുന്നവരാണ്, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, എന്നാൽ ഞങ്ങളെ അടിമകൾ എന്ന് പറയുന്നത് എന്ത് കാരണത്താലാണ്? And we can see that there is a possibility that even though no matter how you are, you know, there can be a possibility that you can be a slave to sin. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവസ്ഥ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എത്ര ആത്മീകരായിട്ടിരുന്നുകൊള്ളട്ടെ, ഒരു പക്ഷേ നിങ്ങൾ പാപത്തിന് അടിമകളായി പോകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. So today, dear brothers and sisters, I want to speak why Jesus compared sin
to slavery, or how sin enslaves us, and what frees us from this enslavement. ഇവിടെ എന്തുകൊണ്ടാണ് കർത്താവ് അവർ അടിമകളാണ് എന്ന് പറയുന്നത്, എപ്രകാരമാണ് അവർ പാപത്തിന് അടിമകളായിരിക്കുന്നത്, ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് എങ്ങനെ രക്ഷപ്പെടുവാൻ സാധിക്കും, എന്താണ് അവരെ ഈ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി തീർക്കുന്നത്? We can see that Jesus Christ is not introducing a new concept here in the Gospel of John. The concept of the connection between sin and slavery is there throughout the Bible. Even if you look into the Old Testament, if you look at the history of Israel, that is the most visible proof that, sin and slavery is so interconnected. പ്രിയമുള്ളവരെ, നമ്മൾ ബൈബിൾ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ പാപവും അടിമത്തവും എന്ന് പറയുന്ന ആശയം അതൊരു പുതിയ ആശയമല്ല നമ്മൾ കാണുവാൻ സാധിക്കും. കർത്താവ് ഇവിടെ ഇവരോട് പറയുമ്പോഴും താൻ ഒരു പുതിയ ആശയമോ ഒരു പുതിയ കാര്യമോ അവിടെ പറയുകയല്ല. ബൈബിളിൽ ഉടനീളം പഴയ നിയമത്തിൽ ഉൾപ്പെടെ നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പാപവും അതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന അടിമത്തവും ഉടനീളം നമുക്ക് അവരുടെ ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. And we can see also the enslaving nature of sin from the history of Israelites. They sinned, God sent prophet, they corrected, again they sinned, and this cycle was repeating again and again. They were never able to come out of this slavery and captivity from the other nations because of their sins. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും പാപത്തിലേക്ക് വഴുതിപ്പോയപ്പോൾ കർത്താവ് തൻ്റെ പ്രവാചകന്മാരെ അയച്ച് അവരോട് സംസാരിക്കുകയും അവർ മനസ്സ് തിരിഞ്ഞ് മടങ്ങി വരികയും ചെയ്തു. വീണ്ടും അവർ തെറ്റിപ്പോയി, വീണ്ടും മടങ്ങി വന്നു. ഇങ്ങനെ അനേക പ്രാവശ്യം ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ചില സമയങ്ങളിൽ അവർ പാപം ചെയ്ത് അടിമകളായി മറ്റു രാജ്യങ്ങളിലേക്ക് അടിമകളായി ബദ്ധരായി പിടിക്കപ്പെട്ടു പോയതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും നമ്മൾക്ക് അറിവുള്ളതാണ്. So you can see that Bible is filled with these images of sin and its connected enslavement and slavery. അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ ഉടനീളം പരിശോധിക്കുകയാണെങ്കിൽ പാപവും അതിനാൽ ഉളവാകുന്നതായിരിക്കുന്ന അടിമത്തവും ബൈബിളിലെ ഒരു പുതിയ ആശയമല്ല. ബൈബിളിൽ ഉടനീളം പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. So throughout the generation, from the beginning of man's humankind creation till now, you can see that it's a great warning to all of us, to those who are flirting with sin. This is a great warning. നമുക്കറിയാം, മാനവരാശിയുടെ ചരിത്രം മുതൽ തുടക്കം മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പാപത്തിൽ രസിക്കുന്ന, പാപത്തോട് സന്ധി ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ അവർ പാപത്തിന് അടിപ്പെട്ട് പോകുന്നതായിരിക്കുന്ന ചരിത്രം ബൈബിളിന്റെ ചരിത്രമാണ്, അത് മാനവരാശിയുടെ ചരിത്രമാണ്. നമ്മൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. So today let us try to understand what does it mean to say that sin is slavery, or how sin enslaves us. Let us try to break down this thing and let us try to understand. അതുകൊണ്ട് പാപം അടിമത്തമാണ്, അല്ലെങ്കിൽ പാപം നമ്മളെ അടിമകളാക്കി കളയുമെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് വേഗത്തിൽ ഈ ആശയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. The first thing that we need to understand about this enslaving nature of sin is that we need to see sin not as an action but as a power. ഇവിടെ പാപത്തിന്റെ അടിമത്തമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അടിപ്പെടുത്തി കളയുന്ന സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആശയം എന്ന് പറഞ്ഞാൽ പാപം ഒരു പ്രവൃത്തിയല്ല, അതൊരു ശക്തിയാണ് എന്നുള്ള കാര്യമാണ്. Sin is not an action. Many times we tend to think of sin as an action, as a mere action. That just happened all of a sudden. But that's not how Bible portrays sin. പ്രിയമുള്ളവരെ, പാപത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ചിന്ത അതൊരു പ്രവൃത്തിയാണ്, നാം ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പോകുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തി. എന്നാൽ അത് അപ്രകാരമല്ല, അതൊരു പ്രവൃത്തി മാത്രമായിട്ടിരിക്കുന്നില്ല, അതൊരു ശക്തിയാണ്. ആ ശക്തിയിൽ നിന്ന് ഉളവാകുന്ന, അല്ല ശക്തിയാൽ ഉളവാകുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് പാപത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. We tend to think that a mere action of telling a lie, or just being so angry, unrighteously angry, we just tend to think that that is a sinful action. But Bible, if you look into the Bible deeply, you can see that the Bible always portrays sin as a power, as a force, as something that rules over us. ഒരു പക്ഷേ പാപത്തിൻ്റെതായിരിക്കുന്ന ഒരു നുണ പറയുമ്പോൾ നമ്മൾ പാപത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി പാപത്തിൻ്റെ ആ ശക്തിയിൽ നിന്ന് ഉളവാകുന്നതായിരിക്കുന്ന, അതിൻ്റെ സ്വാധീനത്താൽ ഉളവാകുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് പാപത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് നമ്മളെ അടിപ്പെടുത്തി കളയുന്നത്. Yes, it is true that sin manifests itself out as certain actions of telling lie or anger or something else, but you can see that these are the manifestations of an overwhelming power over us. നമുക്കറിയാം, പാപത്തിന്റെ ശക്തിയാൽ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്താൽ നമ്മൾ അനേക പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രവൃത്തികൾ നമ്മളിൽ ഉളവാകുന്നത് പാപത്തിൻ്റെതായിരിക്കുന്ന ഒരു ശക്തി നമ്മളിൽ വരുമ്പോൾ ആ ശക്തിയുടെ സ്വാധീനത്താലാണ് നമ്മൾ ഈ പാപപ്രവൃത്തികൾ ചെയ്യുന്നത്.
You know, as I said in the beginning, you know, sin is explained using various metaphors. In Genesis chapter 4, sin is compared to a crouching predator. You know, that is, to Cain, God told him that, you know, if you don't control it, it will consume you. It will rule over you. So it's a power that rules over something. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിൽ കയ്യനോട് ദൈവം അവിടെ ഒരു വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ പറയുന്നത്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. അങ്ങനെ കീഴടക്കിയില്ലെങ്കിൽ അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, അത് നിന്നെ നശിപ്പിച്ചു കളയും, വിഴുങ്ങിക്കളയും എന്ന് പറയുന്ന വലിയ ഭയാനകമായിരിക്കുന്ന ഒരു നിർദ്ദേശം അവിടെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാപം എപ്പോഴും നമ്മളെ അടിപ്പെടുത്തി കളയുവാൻ, നമ്മളെ സ്വാധീനമാക്കുവാനായിട്ട് തക്കം പാർത്തിരിക്കുന്ന ഒരു ശത്രുവാണ്. You know, when Apostle Paul compared sin of the Corinthians to the yeast or to the leaven, it means that if you leave a little yeast in the lump, it leavens the whole lump. It is not going to remain as that small amount, but it works out, it multiplies and it grows and it leavens the whole lump. It's a power, it's an overwhelming power that you cannot control. കൊരിന്ത്യരോടുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, നിങ്ങളുടെ ഇടയിലുള്ള പാപം അതൊരു പുളിപ്പ് പോലെ, ഒരു പുളിച്ച മാവ് പോലെ നിങ്ങളുടെ മൊത്തം ആ പിണ്ടത്തെ മുഴുവനും, അല്ലെങ്കിൽ ആകെ ഉള്ള ആളുകളെ മുഴുവനും പുളിപ്പിച്ച് കളയുന്ന, ദുഷിപ്പിച്ച് കളയുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. അതൊരു ശക്തിയിൽ നിന്ന് ഉളവാകുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു ചെറിയ പുളിപ്പ് ആ ഒരു ചെറിയ അളവിൽ മാത്രം അവിടെ ഇരിക്കുകയല്ല ചെയ്യുന്നത്, അത് വളർന്ന് വലുതായി ആ പിണ്ടത്തെ മുഴുവനും ദുഷിപ്പിച്ച് കളയുവാനായിട്ട് ശക്തിയുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. So dear brothers and sisters, the first thing that we need to understand about the nature of the sin is that sin is not an action. Sin is an overwhelming power that rules over us. അതുകൊണ്ട് പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, പാപം ഒരു പ്രവൃത്തി മാത്രമല്ല, അത് നമ്മളെ കീഴടക്കി കളയുന്ന, നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നതായിരിക്കുന്ന ഒരു ശക്തിയാണ്. ആ രീതിയിലാണ് പാപത്തിന്റെ പ്രവർത്തനം. You know, that's not only Jesus said that, but also Apostle Paul, but also Apostle Peter. They all echoed the same thing. യേശു കർത്താവ് മാത്രമല്ല, അതിനുശേഷം പൗലോസും പത്രോസ് അപ്പോസ്തലനും ഒക്കെ ഇതേ കാര്യം തന്നെ ബൈബിൾ പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നുണ്ട്. You know, Romans chapter 6 verses 16. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. And it's a chapter that talk much more deeply about sin, and there Apostle Paul says that, do you not know that if you present yourself to anyone as obedient slaves, you are slaves to the one whom you obey, either of sin which leads to death or of obedience which leads to righteousness. അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവനെ ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. So here Apostle Paul is saying that there is only two possibilities: either you are a slave to sin or you are a slave to righteousness. In either case you are in this case we can see that if you are obedient, you are slave to the one to whom you obey. ഇവിടെ രണ്ട് സാധ്യതകളെ കുറിച്ചാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. ഈ രണ്ട് സാധ്യതകളെ നമ്മുടെ മുമ്പിലുള്ളൂ. And let's see what Apostle Peter says, 2 Peter chapter 2 verse 19. പത്രോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. For what 2 Peter chapter 2 verse 19. 2:19 വാക്യം. For whatever overcomes a person, to that he is enslaved. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. You know, all these passages says that sin is something that overcomes us. പ്രിയമുള്ളവരെ, നമ്മളെ കീഴടക്കി കളയുന്നതായിരിക്കുന്ന ഒരു കാര്യമായിട്ട് പാപത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. Something that lord over us, something that master over us. നമ്മളെ കീഴടക്കി നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് പാപത്തെ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമാണ്. So dear brothers and sisters, if you want to control sin, we need to examine to what we are obedient to. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപത്തിന്മേൽ നമ്മൾക്കൊരു ജയം ആവശ്യമാണെങ്കിൽ, പാപത്തിന്മേൽ നമ്മൾക്കൊരു നിയന്ത്രണം ആവശ്യമാണെങ്കിൽ, എന്ത് പാപ സ്വഭാവമാണ് എന്നിലുള്ളത്, നമ്മളിലുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. We need to examine what overcomes us. നമ്മളെ കീഴടക്കി കളയുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. We need to examine whose commands are we obeying. ആരുടെ നിർദ്ദേശങ്ങളാണ്, അല്ലെ ആരുടെ കൽപ്പനകൾ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. And
this is how you need to tackle sin. പ്രിയമുള്ളവരെ, ഈ രീതിയിൽ മാത്രമേ പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മൾക്കതിനെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ, അതിനെ കീഴടക്കുവാനായിട്ട് സാധിക്കും. If you just focus only on the final sinful action, you will never be able to go deep and understand what is enslaving you. ഒരുപക്ഷെ പാപത്തിന്റെ ആ പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയും ആ രീതിയിൽ മാത്രമേ നിങ്ങൾ ഭാരപ്പെടുകയും ചെയ്യുന്നുള്ളൂവെങ്കിൽ പാപത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാനോ അതിനെ ശരിയായി മനസ്സിലാക്കി കീഴടക്കുവാനോ നമുക്ക് സാധിക്കില്ല. പാപത്തിന്റെ ഏത് തരത്തിലുള്ള സ്വാധീനമാണ് നമ്മളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കി നമുക്ക് അതിനെ കീഴടക്കുവാൻ ആവശ്യമുണ്ട്. Now let's just take some practical examples and let's try to understand. നമുക്ക് ചില പ്രായോഗികമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. Now why do you think that a person will tell lie? എന്തുകൊണ്ടാണ് ഒരാൾ കള്ളം പറയുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? It means that if a person is so habituated towards lying, it means that he is enslaved to something. ഒരു മനുഷ്യൻ ഒരാൾ സ്ഥിരമായിട്ട് കള്ളം പറയുകയാണെങ്കിൽ നമുക്കറിയാം അയാൾ ആ ഒരു പ്രവൃത്തിക്ക് അടിമയായിട്ടിരിക്കുന്നു. Because if you examine the reason why he tells lie, you can see that deep in his mind he want to save himself, he want to protect himself, he want to hide his mistakes from others. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി സ്ഥിരമായിട്ട് കള്ളം പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പരിശോധിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ അയാൾക്ക് മറ്റുള്ള മുമ്പിൽ തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് താനൊരു മിടുക്കനാണ്, വലിയവനാണ് എന്നുള്ള ചിന്തയിൽ ആളുകളെ ബോധ്യപ്പെടുത്തുവാനായിട്ടാകുവാൻ സാധ്യതയുണ്ട്. We can see that deep inside his mind he is enslaved to the fear of insecurity or self-righteousness. ഒരുപക്ഷെ തൻ്റെ ഉള്ളിലുള്ള അരക്ഷിതാവസ്ഥ മറച്ചു വെക്കുവാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു ഫീലിംഗ് മറച്ചു വെച്ച് താൻ മഹാനാണ് എന്നുള്ള ഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ അവർ മനസ്സിലാക്കുവാനായിട്ടാണ് താൻ പലപ്പോഴും കള്ളം പറയുന്നത്. And when he is enslaved to self-righteousness, he not only tell lies about himself, but he will also tell lie about others, to demean others, to undervalue others. ഒരുപക്ഷെ താൻ ഒരു സ്വയനീതിക്കാരനാണെന്ന് തന്നെയും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് തന്നെക്കുറിച്ച് വളരെ മെച്ചമായ രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുവാൻ അല്ലെങ്കിൽ അവരെ നിസ്സാരന്മാരാക്കി കാണിക്കുവാനായിട്ട് ഉള്ള ഒരു ടെൻഡൻസി തനിക്കുണ്ടാകുന്നത് സാധ്യതയാണ്. And enslavement not always means being enslaved to bad things. Sometimes it can be to good things also. ഒരുപക്ഷെ നമ്മൾ ഈ അടിമത്തത്തിനായിരിക്കുന്നത് എന്ന് പറയുന്നത് എപ്പോഴും ചീത്ത കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ നല്ലത് എന്ന് കരുതുന്ന കാര്യത്തോടുള്ള ബന്ധത്തിലും നമ്മൾക്ക് അടിമത്തത്തിൻ്റെതായിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. Sometimes parents get enslaved to parenting. നമുക്കറിയാം മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മക്കളെ വളർത്തുന്നതിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ആ ഒരു ചിന്തയോടുള്ള ബന്ധത്തിൽ ഒരു അടിമത്ത മനോഭാവം നമ്മളിൽ ഉളവാകുവാൻ സാധ്യതയുണ്ട്. Sometimes parents they base their identity and approval based on their skills of parenting. Because of that reason they always want to project their children as the best children in the church or best children everywhere. നമുക്കറിയാം ചില മാതാപിതാക്കളെങ്കിലും തങ്ങളുടെ മക്കളോടുള്ള ബന്ധത്തിൽ തങ്ങളുടെ മക്കൾ ഏറ്റവും മെച്ചപ്പെട്ടവരാണ്, അവർ വളരെ അനുസരണമുള്ളവരാണ്, അവർ വളരെ മിടുക്കന്മാരാണ് എന്ന് കാണിക്കുവാനായിട്ട് അവരെ പ്രൊജക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ആ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുവാൻ പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. Because that's their identity. Because if the kids, if their children does some misdeeds, it is going to spoil their image as a good parents. അവരുടെ മക്കളെ ഏറ്റവും മിടുക്കരായിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല മക്കളായിരിക്കണം, ഒരു സഭയിലോ ഒരു സമൂഹത്തിലോ സ്കൂളിലോ ഒക്കെ അവരുടെ കുട്ടികളായിരിക്കണം ഏറ്റവും മെച്ചപ്പെട്ടത് എന്നുള്ള നിലയിൽ അവരെ വളർത്തിക്കൊണ്ട് വരുവാൻ, അല്ലെങ്കിൽ അത് മറച്ചു പിടിച്ച് ആ രീതിയിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. And when they do some mistake, the parents get so violent and angry because their image is completely shattered before everyone. ഈ കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ആ രീതിയിൽ മോശക്കാരായി തീർന്നാൽ മാതാപിതാക്കൾ വളരെയധികം പ്രയാസപ്പെടുകയും അല്ലെങ്കിൽ അവർക്ക് വളരെയധികം നടുക്കമുണ്ടായി കുട്ടികളെ ആ രീതിയിൽ കഠിനമായിട്ട് അവർ ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So a disciplining that should be based on motherly compassion will become a violent burst out of anger. നമുക്കറിയാം മക്കളെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അനുസരണത്തിൽ ആ രീതിയിൽ വളർത്തുമ്പോൾ അതെപ്പോഴും നമ്മളുടെ മാതാപിതാക്കന്മാരുടെ സ്നേഹത്തോടുള്ള അല്ലെങ്കിൽ സഹാനുഭൂതിയോടുകൂടി അവരെ നന്നാക്കിക്കൊണ്ട് വരണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അതൊരിക്കലും അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും മികച്ചവരാക്കി കാണിക്കണം എന്നുള്ള സ്വാർത്ഥമായിരിക്കുന്ന ചിന്തയോടുള്ള ബന്ധത്തിലല്ല. Because that's an enslavement, because they base their complete identity on just that thing. They think that their significance, their value and their worth is based on that parenting skills. അവരുടെ ഐഡന്റിറ്റി കാണുന്നത് തങ്ങളുടെ മക്കളെ വളരെ നന്നായി വളർത്തി മക്കളെ ഏറ്റവും മിടുക്കരായി മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടുന്നതിനോടുള്ള ബന്ധത്തിലാണ്. Sometimes preachers they are enslaved to the approval of everyone. ഒരുപക്ഷെ പ്രസംഗിക്കുന്നവർ അല്ലെങ്കിൽ വചനം പറയുന്നവർ അവർ മറ്റുള്ളവരുടെ ആ രീതിയിലുള്ള അപ്രീസിയേഷൻ അല്ലെങ്കിൽ അനുമോദനങ്ങൾ അഭിനന്ദനങ്ങളൊക്കെ
ആഗ്രഹിക്കുന്ന ആളുകളായി മാറുവാൻ സാധ്യതയുണ്ട്. You know, sometimes preachers, they are so overwhelmed by the approval of the hearers, and you know, they tend to be very diplomatic in the message. They don't want to hurt anyone because they want the approval of everyone. That's an enslavement. ചിലപ്പോഴെങ്കിലും പ്രസംഗിക്കുന്ന ആളുകളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുവാൻ, എല്ലാവരെയും പ്രസാദിപ്പിക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രസംഗിക്കുകയും ആരെയും ബുദ്ധിമുട്ടിലാക്കാതെ അല്ലെങ്കിൽ ആരുടെ കുറ്റങ്ങളും എടുത്തു പറയാതെ പൊതുവായിട്ട് ആ രീതിയിൽ പറഞ്ഞ് നല്ല രീതിയിൽ അവരുടെ പ്രസംഗങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. You know, some people, they are enslaved to career and education or higher education or thing. They think that their significance, their value and their worth is based on their career achievements and their education. മറ്റു ചിലർ ഉന്നത വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ ഉന്നതമായിരിക്കുന്ന ജോലികളോടുള്ള ബന്ധത്തിൽ അതിനോട് അടിമപ്പെട്ട് കിടക്കുന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. അവരുടെ ആനന്ദവും അവരുടെ അടിമത്വവും എല്ലാം ആ മേഖലകളിലാണ്. അതിൽ ഏറ്റവും മികച്ചവരായി തീരണം എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. And we can see that whatever overcomes a person, to that he is enslaved. If it is career, or if it is some self-righteousness, or if it is some from whatever thing you find your approval, worth and significance, to that he is enslaved. പ്രിയമുള്ളവരെ, ഏത് കാര്യത്തോടുള്ള ബന്ധത്തിലാണോ നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമ്മളെ കീഴടക്കി കളയുന്നത്, അത് നമ്മളെ ബദ്ധരാക്കി കളയുന്നു, അടിമകളാക്കി കളയുന്നു. അതൊരു പക്ഷേ നമ്മളുടെ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നുള്ള മനോഭാവമാകാം, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സാധ്യതകളാകാം, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരിലുള്ള അംഗീകാരമാകാം. ഇതെല്ലാം നമ്മളെ അടിമപ്പെടുത്തി കളയുവാൻ സാധ്യതയുള്ള ചിന്താഗതികൾ തന്നെ. You know, when you come to 1 Samuel chapter 8, there we can see a request from the Israelites. They wanted a king. What is wrong with that? നമുക്കറിയാം, 1 ശമൂവേലിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേൽ മക്കൾ ശമൂവേലിന്റെ അടുക്കൽ വന്ന് തങ്ങൾക്കൊരു രാജാവിനെ തരണമെന്ന് അപേക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവർ രാജാവിനെ ചോദിച്ചാൽ എന്താണ് തെറ്റ് നമ്മൾക്ക് പറയുവാനായിട്ടുള്ളത്? You know, it's a very normal thing. Every other nations have a king, so there is nothing, we might think there is nothing wrong with that request. But what was behind that request? അന്നത്തെ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് അവർ പറഞ്ഞപ്പോൾ, അവർ ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് അതിൽ ദോഷമായിട്ടുള്ള കാര്യം? അവർക്ക് ചുറ്റുമുള്ള ആളുകളെ എല്ലാം അവർ നോക്കിയാൽ, ജാതികളെല്ലാം നോക്കിയാൽ അവർക്കെല്ലാം രാജാക്കന്മാരുണ്ട്, അവരെല്ലാം രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. അതിലെന്താണ് ഒരു തെറ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും? The reason why that request became a sinful request is because they derived their identity, they derived their sense of security from having a king, just like all the other nations, when God was their king and when God was their security. എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു അപേക്ഷ ഒരു പാപമായി തീർന്നത്, അല്ലെങ്കിൽ ദോഷമുള്ളതായി തീർന്നത് എന്ന് വെച്ചാൽ, അവരുടെ ചിന്തയിൽ ഉണ്ടായിരുന്ന കാര്യം മറ്റു രാജ്യങ്ങൾക്കുള്ളതുപോലെ, മറ്റു ജാതികൾക്കുള്ളതുപോലെ തങ്ങൾക്കൊരു രാജാവ് വേണം, ആ രാജാവാണ് തങ്ങളെ രക്ഷിക്കുന്നത്, ആ രാജാവിലാണ് തങ്ങളുടെ പ്രതീക്ഷയും ആശ്രയവും ഇരിക്കുന്നത്. ആ രീതിയിൽ അവർ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചതുകൊണ്ടാണ് അത് അവർക്കൊരു കെണിയായി തീർന്നത്. So dear brothers and sisters, we need to examine who is our master, whose commandments are we obeying? പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളെ ആരാണ് ഭരിക്കുന്നത്, നമ്മളെ ആരാണ് നിയന്ത്രിക്കുന്നത്, ആരാണ് നമ്മുടെ യജമാനൻ എന്നുള്ള ശരിയായിരിക്കുന്ന ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് വളരെ You know, where do we find our sense of security? Where do we find our sense of approval? From where do we draw our sense of self worth and significance and value? എവിടെയാണ് നാം നമ്മളുടെ ഐഡന്റിറ്റി കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് അംഗീകാരം ലഭിക്കുന്നത്, എന്തിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതായിരിക്കുന്ന കാര്യം തന്നെ. And this happens when you dethrone God from that number one position in your life. When you find your worth, significance and value in something other than God, in anything other than God, then it can enslave you and it will make you obedient to it. പ്രിയമുള്ളവർ, നമ്മൾക്കറിയാം, നമ്മളുടെ ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനത്തിരിക്കേണ്ടത് ദൈവമാണ്. ദൈവത്തെ ആ ഒരു സ്ഥാനത്ത് നിന്ന് നമ്മൾ മാറ്റിക്കളയുമ്പോൾ, ദൈവത്തിന് പകരം നമ്മളുടെ മറ്റെന്തെങ്കിലും സാധ്യതകൾ നമ്മളവിടെ വെക്കുമ്പോൾ അത് നമ്മളെ അടിമപ്പെടുത്തി കളയുവാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നമ്മൾ അടിമകളായി തീർന്നു പോകുവാൻ സാധ്യതകളുണ്ട്. So dear brothers and sisters, sin is keeping God in the peripheries, not in the central position of your life. And the thing that you keep in the central position of your life, it will make you obedient to its own desires. നമുക്കറിയാം, പാപം എന്ന് പറയുന്നത് വലിയവനായിരിക്കുന്ന ദൈവത്തെ, നമ്മളെ നിയന്ത്രിക്കേണ്ട, നമ്മളെ ഭരിക്കേണ്ടവനായിരിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റനവധി കാര്യങ്ങൾ, നമ്മൾക്ക് താല്പര്യമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ആശ്രയിക്കുന്ന അനേക കാര്യങ്ങളെ ആ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ദൈവത്തെ അവിടെ നിന്ന് മാറ്റിക്കളയുകയും ചെയ്യുക എന്നുള്ളതാണ്. And here in this passage, when Jesus Christ was talking to the Jews,
These Jews found their identity, self-worth, and value in being Jewish, being Abraham's children, in their religiosity, which is not a bad thing. And it is these things that made them enslaved to their practices and cultures and traditions instead of truly loving God and loving your neighbor as yourself. ഇവിടെ നമ്മൾ കാണുന്ന ഈ ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് ആ യഹൂദന്മാരോട് പറയുമ്പോൾ ഇവിടെ യഹൂദന്മാർക്ക് ഉണ്ടായതായിരിക്കുന്ന പ്രശ്നം എന്തായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അഭിമാനിച്ചതും അവരുടെ ആശ്രയമായിരുന്നതും അവരുടെ സന്തോഷമായിരുന്നു. അവർ അബ്രഹാമിൻ്റെ സന്തതികളാണ്, അവർ ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതികളാണ് എന്നുള്ള നിലയിലുള്ള ചിന്തയായിരുന്നു. ആ രീതിയിലുള്ള ഒരു അഭിമാനം, ആ രീതിയിലുള്ള ഒരു ചിന്തയാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതവരെ അടിമപ്പെടുത്തി കളഞ്ഞു. സത്യസുവിശേഷത്തിനോട് പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ നിന്നെപ്പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന പാലിക്കുവാനോ ദൈവത്തെ പൂർണ്ണമായ രീതിയിൽ ബഹുമാനിക്കണമെന്നുള്ള കൽപ്പന പാലിക്കുവാനോ അവർ ശ്രമിച്ചില്ല. അവരുടെ ആനന്ദവും അവരുടെ പ്രമോദവും എല്ലാം അവർ അബ്രഹാമിന്റെ സന്തതിയായിരുന്നു എന്നുള്ള കാര്യത്തിലായി. So dear brothers and sisters, the first thing that we need to understand when Jesus Christ said sin as slavery is that sin is not an action. Sin is a result of an overwhelming power that masters over us, that rules over us. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പാപം എന്ന് പറയുന്നത് അതൊരു ശക്തിയല്ല, അതൊരു പ്രവൃത്തിയിൽ നിന്നുളവാകുന്നതായിരിക്കുന്ന ഒരു സ്വാധീനമാണ്. അത് നമ്മളെ അടിമപ്പെടുത്തി കളയുന്ന, കീഴടക്കി കളയുവാൻ മതിയായതായിരിക്കുന്ന ഒരു കാര്യമാണ്. The second reason why Jesus Christ said sin is slavery is because of its addictive nature. നമുക്കറിയാം, പാപത്തെക്കുറിച്ച് പാപം നിങ്ങളെ ബദ്ധരാക്കി കളയും, അടിമകളാക്കി കളയും എന്ന് കർത്താവ് പറയുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെതായിരിക്കുന്ന ഒരു അഡിക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അതിന് അടിമപ്പെട്ട് പോകുന്നതായിരിക്കുന്ന ഒരു സ്വഭാവ വിശേഷതയെക്കുറിച്ചുള്ള ബന്ധത്തിലാണ്. You know what makes us do sin again and again? We know telling lies is a sin. We know being envying is a sin. We know getting unrighteously angry, that is a sin. But what makes it us do? We know pornography is sin. But what makes it us do it again and again? പ്രിയമുള്ളവരെ, നുണ പറയുന്നത് പാപമാണ് എന്ന് നമ്മൾക്കറിയാം. അനാവശ്യമായിട്ട് കോപിക്കുന്നത് പാപമാണ് എന്ന് നമ്മൾക്കറിയാം. മറ്റുള്ളവരുടെ അനീതിയോട് പെരുമാറുന്നത് പാപമാണ് എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. അശ്ലീലമായിരിക്കുന്ന കാര്യങ്ങൾ കാണുകയും അതിൽ രസിക്കുകയും ചെയ്യുന്നത് പാപമാണ് എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. എന്നാൽ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ ചായുവാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ പിന്നെയും ഇതിൽ ആശ്രയിക്കുവാൻ, ഇതിൽ രസിക്കുവാനായിട്ട് നമ്മൾ വീണ്ടും താല്പര്യപ്പെടുന്നു? We all know that all these sins, all these things have some negative consequences and effects and impacts on us, but we still do it again and again. We cannot come out of it. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അത് പാപമാണ്, അത് തെറ്റായ കാര്യമാണ്, അതിന് ചില പ്രത്യാഘാതങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിട്ടും അത് നിർത്തുവാനോ അത് തടയുവാനോ കഴിയാതെ വീണ്ടും വീണ്ടും ആ കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ട് നമ്മൾ മനസ്സ് വെക്കുവാൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? So sin makes us slaves by its addictive nature. നമുക്കറിയാം, പാപത്തിന് അതിന് നമ്മളെ അടിമപ്പെടുത്തി കളയുവാനുള്ള ഒരു കഴിവുള്ള കാര്യമാണ് പാപം എന്ന് പറയുന്നത്. Why do people get addicted to drugs and alcohol? നമുക്കറിയാം, മയക്കുമരുന്ന്, മദ്യമൊക്കെ കഴിക്കുന്നവർ അതിന് അടിമപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? People who are in distress, people who are in so much pain, they get addicted to these drugs or alcohol because these are some agents. These agents offer them some alternate reality, or these agents promises a temporary escape from the reality. നമുക്കറിയാം, ദുഃഖത്തിലായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളിൽ കൂടി, മാനസിക സംഘർഷങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളൊക്കെ മദ്യമോ മയക്കുമരുന്നോ ഒക്കെ ചെറിയ അളവിൽ അവർ കഴിക്കുമ്പോൾ ഈ കഴിക്കുന്ന വസ്തുക്കൾ അവർക്ക് താൽക്കാലികമായിരിക്കുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആശ്വാസം അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ നിന്നൊരു വിടുതൽ അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. അത് ആ രീതിയിൽ അവർക്ക് കുറച്ചു നേരത്തേക്ക് ഒരു ആനന്ദം, സന്തോഷം നൽകുന്നതായിരിക്കുന്ന കാര്യം തന്നെയാണ്. Because these drugs or alcohol gives you a temporary high, and because of which you forget everything from your real world, and it gives you a high, it puts you in a different world, and you get so high with that you can forget all your problems in the real world, and that's so addictive nature, so you want to do it again and again. ഇങ്ങനെയുള്ള മയക്കുമരുന്നോ മദ്യമോ നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കഴിക്കുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ അത് കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും അവർക്ക് അതിൻ്റെ ഒരു സ്വാധീനത്താൽ അവർക്കൊരു ആനന്ദവും ഒരു സന്തോഷവും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു വിടുതലും അവർക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൻ്റെ എഫക്റ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഇതുപോലെ തന്നെ
വീണ്ടും ആ കാര്യങ്ങളിലേക്ക് തിരിയുവാൻ, അതിൽ ആശ്രയം വെക്കുവാൻ, അത് കഴിക്കുവാനായിട്ട് അവർക്ക് ശക്തമായിരിക്കുന്ന ഒരു പ്രേരണയുണ്ട്. And when you take it again and again, another dynamics comes into play, which is called tolerance effect. That is, yesterday's amount is not enough for you today. നമുക്കറിയാം, ഇത് വീണ്ടും വീണ്ടും ഈ മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ നമ്മളെ അടിമപ്പെടുത്തി കളയുന്നതായിരിക്കുന്ന ലഹരി വസ്തുക്കളോ നമ്മൾ കഴിക്കുമ്പോൾ ആദ്യം കഴിച്ച അതേ അളവ് അടുത്ത പ്രാവശ്യം കഴിക്കുമ്പോൾ നമ്മൾക്ക് ആ രീതിയിലുള്ള ഒരു സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ലഹരി പ്രദാനം ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അടുത്ത തവണ നമ്മൾക്ക് ഇതേ അനുഭവം കിട്ടണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ അളവിൽ നമ്മളത് കഴിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും കഴിക്കുമ്പോൾ അതിൽ കൂടുതലായിരിക്കുന്ന അളവ് നമ്മൾ കഴിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതിൻ്റെ ആ ക്വാണ്ടിറ്റി കൂടിക്കൂടി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. And so you have to take more and more quantity again and again to find that same level of satisfaction. പ്രിയമുള്ളവർ, നിങ്ങൾക്ക് അതേ ആ രീതിയിലുള്ള സന്തോഷമോ സമാധാനമോ വീണ്ടും കിട്ടണമെങ്കിൽ ഇതേ വസ്തുക്കൾ അത് പഴയ അളവിൽ കഴിച്ചാൽ നിങ്ങൾക്ക് മതിയാകുകയില്ല. അതിൻ്റെ അളവ് കൂട്ടി കൂടുതൽ അത് കഴിക്കുവാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. So we can see that these things are agents, some agents that offer you something. These agents give you some false promises. ഇത് ഈ രീതിയിലുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് താൽക്കാലികമായി ചില സമയത്തേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം അല്ലെങ്കിൽ സന്തോഷം തരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന വസ്തുക്കളാണ്. And that's exactly how sin works. പ്രിയമുള്ളവരെ, പാപവും ഇതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. Sin offers you something that is so exciting, that is liberating, and it gives you false promises. ഒരു പക്ഷേ പാപത്തിൽ നമ്മൾ പ്രവൃത്തി തുടങ്ങുമ്പോൾ അത് താൽക്കാലികമായിരിക്കുന്ന ഒരു രസം, ഒരു സന്തോഷം, ഒരു ആനന്ദം നമ്മളിൽ ജനിപ്പിക്കുകയാണ്. It will look so attractive to us. അത് വളരെ ആകർഷണമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് തോന്നുവാനും അനുഭവിക്കുവാനും സാധ്യതയുണ്ട്. It promises us so many things that we fall for it and it never satisfies. നമ്മൾക്ക് വളരെയധികം സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു എന്നുള്ള നിലയിൽ നമ്മളെ മോഹിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ചിന്തയിലേക്ക് അത് നമ്മളെ നയിക്കുവാൻ സാധ്യതയുണ്ട്. Because sin is from the devil, who is known as the father of lies. Sin offers lies, and through these lies it offers false promises and false hopes. നമുക്കറിയാം, പാപം വരുന്നത് അത് പിശാചിൽ നിന്നാണ്. അവൻ അധർമ്മത്തിൻ്റെതായിരിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിയാണ്. അധർമ്മത്തിൻ്റെ നുണയുടെ ആ രീതിയിൽ നുണ അവനിൽ നിന്ന് വരുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. What did sin offer to Adam and Eve നമുക്കറിയാം, in the Garden of Eden? ആദാമിനെ അവയോടുള്ള ബന്ധത്തിൽ, ഏദൻ തോട്ടത്തിൽ പാപത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചത്? Sin offered them, why do you want to be under God? You can be God. You can decide for yourself what is right and wrong. Who is God to decide all these things for you? Why do you want to be under God? അവിടെ പിശാച് അവരോട് പറഞ്ഞായിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ടതായിരിക്കുന്ന ആവശ്യം? നിങ്ങൾക്ക് ദൈവമായി തീരുവാൻ സാധിക്കും, നന്മതിന്മകളെ കുറിച്ച് അറിയുവാൻ സാധിക്കും, ദൈവത്തിനൊപ്പമായി തീരുവാൻ സാധിക്കും എന്നുള്ള വലിയ ഒരു ആഗ്രഹം അവരിൽ ജനിപ്പിക്കുകയാണ് പിശാച് ചെയ്തത്. And this is what sin offers to you. It's lie. Sin never fulfill its promises. പ്രിയമുള്ളവരെ, പാപം ഒരിക്കലും അത് വാഗ്ദത്തം ചെയ്യുന്നതായിരിക്കുന്ന സത്യം അല്ലെങ്കിൽ സമാധാനം നമ്മൾക്ക് തരുന്നില്ല. അതെപ്പോഴും നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. When the Israelites asked for a king, it was sin who promised that if you have a king, you will be just like other nations. You will be protected. You will have an army. Sin offers a sense of security. തങ്ങൾക്ക് ഒരു രാജാവിനെ ഇസ്രായേൽ മക്കൾ ചോദിച്ചപ്പോൾ അവർ ആഗ്രഹിച്ചായിരിക്കുന്ന കാര്യം ആ രാജാവിൽ കൂടി തങ്ങൾക്ക് ഒരു സംരക്ഷണം അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരു ശരണം ഉണ്ടാകുമെന്നുള്ള നിലയിലാണ്. എന്നാൽ നമ്മൾക്കറിയാം, അത് പാപമാണ് അവരിൽ ആ ഒരു ചിന്ത ജനിപ്പിച്ചത്. ഒരിക്കലും ഒരു രാജാവ് അവർക്ക് ശരണമായി തീർന്നില്ല, ആശ്രയമായി തീർന്നില്ല എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. If you have any doubt that if there is something in the world that give you a sense of security and value and satisfy all your longings, then you just need to ask King Solomon. If you have any doubt or any doubt that this is the thing that I want because it will satisfy all my longing, if you have some doubt about that, you just need to ask King Solomon. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു വസ്തു വാസ്തവമായിരിക്കുന്ന സന്തോഷം, ആനന്ദം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സമാധാനം നമ്മൾക്ക് തരും എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ശലോമോൻ രാജാവിനോട് അതിനെക്കുറിച്ച് ചോദിക്കുവാൻ ആവശ്യമുണ്ട്. തനിക്കതിന് ഉത്തരം പറയുവാൻ സാധിക്കും. And he has done all the experiments under the sun for us. തൻ്റെ ജീവിതത്തിൽ തൻ്റെ സൂര്യന് കീഴിൽ സാധിക്കുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പ്രവർത്തിച്ച് മനസ്സിലാക്കിയതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശലോമോൻ രാജാവ്. He tried wisdom. ജ്ഞാനത്തെക്കുറിച്ച് താൻ വളരെയധികം
പഠിക്കുവാൻ മനസ്സ് വെച്ച വ്യക്തിയാണ്. He thought wisdom will satisfy all his longings. ആ ജ്ഞാനം തൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കും, അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങളെല്ലാം സാധിപ്പിക്കും എന്നുള്ള ചിന്ത തനിക്കുണ്ടായിരുന്നു. He tried power, authority. അധികാരം തനിക്കുണ്ടായിരുന്നു, അത് തന്നെ സംതൃപ്തനാക്കിയില്ല. He tried all the luxuries. He thought that will satisfy all his longings and desires. നമ്മൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്ന സകല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷറികളെല്ലാം തനിക്കുണ്ടായിരുന്നു, അതൊന്നും തന്നെ സന്തോഷവാനാക്കിയില്ല എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. He tried sex. തനിക്ക് ലൈംഗികതയിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു, ആ രീതിയിൽ താൻ അതിൽ ആഗ്രഹിക്കുകയും മനസ്സ് വയ്ക്കുകയും ചെയ്തു, അത് തന്നെ സന്തോഷിപ്പിച്ചില്ല. So he tried everything under the sun to find this sense of significance, value and meaning and satisfaction, and at the end, what was his conclusion? It's all chasing after the wind. Anything other than God, if you experiment with that, if you try to make that as your savior, it will never satisfy you. പ്രിയമുള്ളവരെ, സൂര്യന് കീഴിലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും തന്നെ സന്തോഷിപ്പിക്കുവാൻ, തന്നെ തൃപ്തിപ്പെടുത്തുവാൻ മനസ്സ് വെച്ചവനായിരിക്കുന്ന ശലോമോൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ താൻ എന്താണ് പറയുന്നത്? ഇതെല്ലാം മായയും വ്യർത്ഥ പ്രയത്നവും അത്രേ, ഇതൊന്നും നമുക്ക് സന്തോഷം തരികയില്ല എന്നുള്ള കാര്യം താൻ അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. Because sin offers false promises and we fall for these false promises, and in the end it will never fulfill those promises. പാപം എപ്പോഴും നമ്മൾക്ക് വാസ്തവമല്ലാത്തതായിരിക്കുന്ന ഒരു സത്യമാണ് വാഗ്ദത്തം ചെയ്യുന്നത്, അത് നമ്മളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുന്നില്ല. And this is what Galatians, Apostle Paul says to the Galatians, and there is a tendency for the believers again and again to go back to the old enslaving things. നമുക്കറിയാം, ഗലാത്യ ലേഖനത്തിൽ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, താൻ പറയുന്നു നിങ്ങൾക്ക് ഈ പറഞ്ഞായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങി പോകുവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം താൻ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. Galatians chapter 4 verses 8 and 9. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. Formerly, when you did not know God, you were enslaved to those that by nature are not gods. How can you, again he says, how can you turn back again to those weak and worthless elementary principles of the word, whose slaves you want to be once more? ഇവിടെ നമ്മൾ വായിക്കുന്നു 8-9 വാക്യങ്ങൾ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? And Apostle Paul says that this is the most important difference between a believer and an unbeliever. പ്രിയമുള്ള, ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ് എന്നാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. When you are an unbeliever, you are enslaved to so many elementary principles of the world. നമുക്കറിയാം, നമ്മളൊരു അവിശ്വാസിയായിരുന്ന സമയത്ത് ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്ക്, പല ആദിമ പാഠങ്ങൾക്ക് കീഴ്പ്പെട്ട് അതിൽ രസിച്ച് അതിൽ സന്തോഷിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. And when we became a believer, we decided to make Jesus Christ as our master and our savior. And Apostle Paul is asking again, why do you want to be the slave of these weak and elementary things? എന്നാൽ വീണ്ടും ജനിച്ച് ഒരു വിശ്വാസിയായി തീർന്ന് കർത്താവിനെ തന്റെ സ്വന്തം കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതിന് പകരം നിങ്ങൾ എന്തിനാണ് പിന്നെയും ഈ നിങ്ങൾ ആസ്വദിച്ചതായിരുന്ന ആദ്യകാലത്തിലെ ഈ കാര്യങ്ങളിലേക്ക്, ബലഹീനമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് അവരോട് ചോദിക്കുന്നതായിട്ട് നമ്മളോട് വായിക്കുന്നു. So dear brothers and sisters, sin is a slavery because it makes us addicts. പ്രിയമുള്ളവരെ, പാപം ഒരു അടിമത്തമാണ്, അത് നമ്മളെ അടിപ്പെടുത്തി കളയുവാനായിട്ട് സാധിക്കും. It enslaves us. It makes us obedient to its master. അത് നമ്മളെ അടിമപ്പെടുത്തി കളയുന്നു, നമ്മളുടെ മേലെ യജമാനനായി കർത്തൃത്വം നടത്തുന്ന ഒരു പ്രകൃതമാണ് പാപത്തിനുള്ളത്. And eventually it will lead to death. നമുക്കറിയാം, അത് അവസാനം ആത്യന്തികമായ മരണത്തിലേക്ക് നയിക്കും. And before we end up, I just want to say one more thing. So what really makes us free from this enslavement of sin? എന്നാൽ ഇങ്ങനെ നമ്മൾ പാപത്തിന് അടിമപ്പെട്ടതായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വാസ്തവത്തിൽ യഥാർത്ഥമായി നമ്മൾക്ക് എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ സാധിക്കും എന്നാണ് നമ്മൾക്ക് ഇനിയും ചിന്തിക്കുവാൻ. So we have seen that sin makes us addicts, sin gives us false promises, sin makes us addicts. But how can we be really free from this enslavement? പാപം നമ്മളെ അടിപ്പെടുത്തി കളയുന്നു, അത് നമുക്ക് വാസ്തവമല്ലാത്തതായിരിക്കുന്ന ഒരു സത്യം വാഗ്ദത്തം ചെയ്ത്, സമാധാനം വാഗ്ദത്തം ചെയ്ത് നമ്മളെ അടിമപ്പെടുത്തി കളയുന്നു. എന്നാൽ എപ്രകാരമാണ് നമുക്ക് ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായി തീരുവാനായിട്ട് സാധിക്കുന്നത്? And we can see that answer in that passage itself where Jesus Christ was talking, John chapter 8 verse 36. That's our main passage. If the Son sets you free, you will be free indeed. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. So dear brothers and sisters, the one thing that can make us free from the enslavements of sin is
Jesus Christ. There is no one else, there is nothing else. പ്രിയമുള്ളവരെ, പാപത്തിന്റെ ആ ഭയങ്കരമായിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വിടിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. അത് നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശു കർത്താവ് മാത്രമാണ്. അവനാണ് വാസ്തവമായിട്ട് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. So dear brothers and sisters, if you want to taste freedom, you have to turn to Jesus Christ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ, സ്വാതന്ത്ര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വരുവാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. So you have to transfer your dependency from the agents that falsely offers you some hope. The agent could be career, the agent could be wealth, the agent could be possessions, the agent could be something else, the religiosity. None of these agents can offer you freedom. If you want to freedom, you have to look to Jesus Christ. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന വസ്തുക്കളായിരിക്കുന്ന ഒരുപക്ഷെ നിങ്ങളുടെ സാധ്യതകളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് തരുന്ന അംഗീകാരങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ സാധ്യതകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായിരിക്കുന്ന ഭക്തിയുടേതായിരിക്കുന്ന മേഖലകളായിക്കൊള്ളട്ടെ, ഇതൊന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരികയില്ല. എന്നാൽ അതിൽ നിന്ന്, പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പുത്രനായിരിക്കുന്ന യേശു കർത്താവിലേക്ക് തിരികെ വന്ന് അവനിൽ നിലനിൽക്കുവാൻ, അവനിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമാണ്. And only Jesus Christ and his gospel, what he done on the cross of Calvary, only that can really free us. പ്രിയമുള്ളവരെ, കർത്താവും അവന്റെ സുവിശേഷവും അവൻ കാൽവരി ക്രൂസിൽ നിർവഹിച്ചതായിരിക്കുന്ന രക്ഷണ വേലയും മാത്രമേ നമ്മൾക്ക് വാസ്തവമായിട്ട് നമ്മളെ സ്വതന്ത്രരാക്കുന്നു. His sacrifice on the cross of Calvary, he purchased for us freedom. നമുക്കറിയാം, തൻ്റെ കാൽവരി ക്രൂസിലെ ആ മരണത്താൽ അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്ന് വാസ്തവമായി നമ്മളെ അവൻ സ്വതന്ത്രരാക്കി. What is the value that God has put on you? That is the price of his son Jesus Christ. That is the worth, significance and value that God has put on us. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ മൂല്യം എന്താണ്, നമ്മളുടെ വില എന്താണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വലിയവനായിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശു കർത്താവിന് കൊടുത്തതായിരിക്കുന്ന, കണക്കിട്ടതായിരിക്കുന്ന അതേ മൂല്യമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. Nowhere else you can find this sense of significance, value and worth. If you try to derive that sense of security and value and worth from anything else, you will be dissatisfied. കർത്താവിലും അവന്റെ രക്ഷണ പ്രവൃത്തിയിലും അല്ലാതെ നിങ്ങളുടെ മൂല്യം നിങ്ങൾ കാണുവാനായിട്ട്, ആശ്രയിക്കുവാനായിട്ട് മറ്റേത് കാര്യത്തിൽ ശ്രമിച്ചാലും നിങ്ങൾ പരാജയപ്പെട്ടു പോകും. കാര്യം അതൊന്നും വാസ്തവമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നില്ല, മൂല്യം തരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുവാനായിട്ട്. So dear brothers and sisters, if you want freedom, if you want to be free from the sins, enslaving nature of sin, you have to keep Jesus Christ, his cross, his gospel as the central position of your life. Apart from this, you will not find satisfaction in anything else. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, വാസ്തവമായി സ്വതന്ത്രരാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിലും അവന്റെ ക്രൂസിലെ മരണത്തിലും അവന്റെ സുവിശേഷത്തിലും ആശ്രയിച്ച് അവന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് അതിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. മറ്റൊന്നും നമ്മളെ വാസ്തവമായിട്ട് സ്വതന്ത്രരാക്കും. And Jesus Christ is saying to the Jews, these Jews in verse 42, Jesus said to them, if God were your father, you would love me. I have come here from God. ഇവിടെ നമ്മൾ 42-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. Dear brothers and sisters, loving Jesus is the key to be free from other enslavements. പ്രിയമുള്ളവരെ, കർത്താവിനെ വാസ്തവമായി സ്നേഹിക്കുക, അവന് ശരിയായ പ്രഥമ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ് പാപത്തിന്റെ അടിമത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാനുള്ള ഏകവും പരമവുമായിരിക്കുന്ന മാർഗം. Loving Jesus, adoring him, worshiping him, keeping him at the central position of your life, that is the only thing that can free us from all the other enslavements. ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അവൻ നമ്മൾക്ക് വേണ്ടി വരുത്തിയതായിരിക്കുന്ന പാപപരിഹാര ബലിയിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും അവന് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിക്കളയുകയും ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കൂ. To all those who have tried all these things and tried all these things, those who are weak and those who are heavy laden from all these experiments, Jesus Christ is calling them unto him. Come unto me, all those who labor and heavy laden, I will give you rest. My yoke is easy, my burden is light. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മറ്റ് മാർഗങ്ങളെല്ലാം പരീക്ഷിച്ച്, മറ്റ് മാർഗങ്ങളെല്ലാം പരിശോധിച്ച് പരാജയപ്പെട്ടതായിരിക്കുന്ന നമ്മൾക്ക് യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ വാഗ്ദത്തമുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിരിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. I am gentle and lowly
in heart. You ഞാൻ will find rest for your souls. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് സമാധാനമുണ്ടാകും. So if you want to be free from the enslavement of sin, you have to love Jesus. You have to keep him at the center of your life. There is nothing else. പ്രിയമുള്ളവരെ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വാസ്തവമായി നമുക്ക് സ്വതന്ത്രരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിനെ വാസ്തവമായിട്ട് സ്നേഹിക്കുവാൻ, അവനിൽ ശരണപ്പെടുവാൻ, അവന് പ്രഥമ സ്ഥാനം നൽകുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുവാനായിട്ട് ആവശ്യം. The second thing which Jesus Christ is saying to these Jews, if you want to be really free, is abiding in the word of God. ഇവിടെ വചനത്തിൽ നിലനിൽക്കണം എന്നുള്ള കാര്യമാണ് കർത്താവ് യഹൂദന്മാരോട് രണ്ടാമതായിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. We know that how sin makes us slaves is by its lies. നമുക്കറിയാം, പാപം നമ്മളെ അടിമപ്പെടുത്തി കളയുന്നത്, നമ്മളെ അതിൻ്റെ ബദ്ധരാക്കി കളയുന്നത് അതിൻ്റെ നുണ പറയുന്നതിൽ കൂടിയാണ്, അല്ലെങ്കിൽ പോസ്റ്റ് പറയുന്നതിൽ കൂടിയാണ് നമ്മൾ കാണുവാൻ സാധിക്കും. Sin makes so many false promises, so many lies that sin cannot fulfill, because sin is from devil, who is the father of lies. നമുക്കറിയാം, പാപത്തിന്റെ അപ്പനായിരിക്കുന്ന, അല്ലെങ്കിൽ ഭോഷ്കിന്റെ അപ്പനായിരിക്കുന്ന പിശാചിൽ നിന്നാണ് പാപം ഉളവാകുന്നത്. ആ പാപം നമ്മൾക്ക് അനേക മോഹനമായിരിക്കുന്ന കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു, അനേക നല്ല കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. എന്നാൽ അതൊന്നും നമ്മൾക്ക് തരുവാൻ പാപത്തിന് സാധിക്കുകയില്ല. അത് പോഷ്കിൽ നിന്ന് ഉളവാകുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ. And that's what Jesus says in verse 44 to these Jews. You belong to your father, the devil, and you want to carry out your father's desires. He was a murderer from the beginning, not holding to the truth, and there is no truth in him. When he lies, he speaks in his native language, for he is a liar and father of lies. Yet because I tell you the truth, you do not believe in me. ഇവിടെ നമ്മൾ 44-45 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ പോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. ഞാനോ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. So if somebody tell lie to you, it cannot offer you freedom. പ്രിയമുള്ളവരെ, ആരെങ്കിലും നിങ്ങളോട് പോഷ്ക് പറയുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാനായിട്ട് സാധിക്കും. Only truth can set us free. സത്യത്തിന് മാത്രമേ നമ്മളെ സ്വതന്ത്രരാക്കുവാനായിട്ട് സാധിക്കൂ. And where do you find truth? എവിടെയാണ് നമ്മൾ സത്യം കാണുന്നത്? Verse 31 and 32. If you hold to my teaching, you are really my disciple. Then you will know the truth, and the truth shall set you free. നമ്മൾ വായിക്കുന്നത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. So we can be free from the enslavement and the lies of sin by knowing the truth. പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ സത്യം അറിയുകയും ആ സത്യത്തിൽ നിലനിൽക്കുകയും ചെയ്യണം. അത് മാത്രമേ നമ്മളെ ശരിയായ രീതിയിൽ സ്വന്തരാക്കി തരൂ. And you can know the truth only from the word of God, only if you abide by the teachings of Jesus Christ. പ്രിയമുള്ളവരെ, സത്യം നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ദൈവവചനത്തിൽ നിന്ന് മാത്രമേ ശരിയായിരിക്കുന്ന സത്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കൂ. So dear brothers and sisters, make every effort to abide by the teachings, to know this word of God, to know the teachings of Jesus Christ. Immerse yourself in the word of God. അതുകൊണ്ട് സത്യം മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ചിന്തിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വളരെ ആവശ്യമുണ്ട്. Read it daily, meditate it, print it on your walls. ദൈവവചനം ദിനം പ്രതി വായിക്കുകയും അത് ധ്യാനിക്കുകയും ഒരുപക്ഷെ അത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഭിത്തികളിൽ ഒട്ടിച്ചു വെക്കുവാനായിട്ടും നമ്മൾക്ക് ശ്രമിക്കാം. When you travel, make use of audio Bibles. Hear it when you travel. ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഓഡിയോ ബൈബിൾസ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കുവാനായിട്ട് സാധിക്കും. Listen to sermons when you travel, when you go, and immerse yourself in the word of God, because only those truths can give you freedom. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ല നല്ല മെസ്സേജുകൾ കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ വചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ മുഴുകി അതിനെ ധ്യാനിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. And this is what Joshua was entrusted with. This is what they told Joshua when he came into the leadership. Teach your children, write it on your walls, write it on your forehead. From one generation to another, teach them the word of God, because this is the truth. യോശുവയോടുള്ള ബന്ധത്തിൽ അവന് നേതൃത്വം ഏറ്റെടുത്തപ്പോൾ തന്നെ പറഞ്ഞായിരിക്കുന്ന ഒരു കൽപ്പന ഇതാണ്: ആ ദൈവത്തിന്റെ വചനം നിങ്ങൾ പഠിക്കുക. അത് നിങ്ങൾ വഴി നടക്കുമ്പോഴും നിങ്ങൾ കിടക്കുമ്പോഴും നിങ്ങൾ ഇരിക്കുമ്പോഴും
നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ നെറ്റികളുടെ മധ്യേ അതിരിക്കട്ടെ, അത് കാണത്തക്ക വണ്ണം എപ്പോഴും നിങ്ങളുടെ സമീപമായിരിക്കട്ടെ. No, let me end with a small story. ഇവിടെ ഞാനൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. This is a real story that happened during the 1800s in America during the Civil War time. 1800കളിൽ അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്ന സമയത്ത് ഉണ്ടായതായിരിക്കുന്ന ഒരു കാര്യമാണിത്. You know, at those times slave trade was allowed. It was a kind of legal and people were fighting against it. ആ സമയങ്ങളിൽ നമുക്കറിയാം അടിമ വ്യാപാരം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിരുന്നു. അത് വളരെ നിയമപരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആളുകൾ അതിനെതിരെ ആ രീതിയിൽ പൊരുതുന്നും ഉണ്ടായിരുന്നു. You know how it used to happen is that a slave will be brought to a public place, market, and the slave will be displayed on a podium, and you know people can bid. നമുക്കറിയാം അടിമ വ്യാപാരം നടക്കുന്ന ചന്തകളിൽ ഈ അടിമകളെ കൊണ്ടുവരും, അവരെ മുമ്പിലോട്ട് കൊണ്ടു നിർത്തും, അവരെ കണ്ട് വാങ്ങുവാനായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് അവരെ കണ്ട് വില പറഞ്ഞ് ലേലം വിളിച്ച് അവരെ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. So one time, you know, there was a black lady. She was in her 20s. She was beautiful, but she was in her torn clothes, and she was kept on a podium, and people started bidding a price for her. ഒരു ദിവസം ഈ പറഞ്ഞായിരിക്കുന്ന അടിമച്ചന്തയിലേക്ക് ഒരു കറുത്തവർഗ്ഗക്കാരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. വളരെ ചെറുപ്പക്കാരിയായിരിക്കുന്ന 10-20 വയസ്സുള്ള ഒരു പെൺകുട്ടി, വളരെ സുന്ദരിയായിരുന്നു അവൾ. എന്നാൽ അവൾ കീറി പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വളരെ ദരിദ്രയായിട്ടുള്ള രീതിയിലാണ് അവിടെ മുമ്പിൽ വന്നു നിന്നത്. I know and there was a person in that place. He was a foul-mouthed. There is a cruel person, and you know he was attracted to this lady, and he started bidding a higher price for her. ആൾക്കൂട്ടത്തിനിടയിൽ വളരെ ക്രൂരനായിരിക്കുന്ന വളരെ ദുഷ്ടനായിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾക്ക് ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ വളരെ ആഗ്രഹം തോന്നി. ഈ പെൺകുട്ടിയെ സ്വന്തമാക്കുവാനായിട്ട് അയാൾ ലേലം വിളിക്കുവാനായിട്ട് ആരംഭിച്ചു. So to whatever price the others say, he will offer even more, and he was, you know, raising the value again and again. മറ്റുള്ള ആളുകൾ വിളിക്കുന്നതിനേക്കാൾ മുകളിൽ ഉള്ള വില വിളിച്ച് ലേലം വിളിച്ച് ഇയാൾ ഈ പെൺകുട്ടിയെ സ്വന്തമാക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. And this lady, seeing this person, this cruel person, she was so terrified. നമുക്കറിയാം ഈ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് വളരെയധികം ഭയമുണ്ടായി. കാരണം ഇയാൾ വളരെ ദുഷ്ടനായിരിക്കുന്ന ക്രൂരനായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അയാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. And there was another person sitting there. He saw the fear in the lady's eyes. ഇവിടെ ഈ കൂട്ടത്തിൽ മറ്റൊരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. ഈ വ്യക്തി ഈ പെൺകുട്ടിയെ ശ്രദ്ധിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിലുള്ള ഭയവും അവളുടെ ആ പെരുമാറ്റങ്ങളും അയാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And he also started bidding. അയാളും ഈ ലേലം വിളിക്കുവാനായിട്ട് തുടങ്ങി. And you know, whatever the cruel person, whatever price he was saying, he offered even more. ഈ ദുഷ്ടനായിരിക്കുന്ന മനുഷ്യൻ വിളിക്കുന്ന ആ വിലയുടെ മുകളിൽ വില ഈ പുതിയ മനുഷ്യന് കയറ്റി വിളിക്കുവാനായിട്ട് ആരംഭിച്ചു. And this process went on again and again for some time, and finally the price of this slave girl became so huge that this cruel person, he cannot afford it. അങ്ങനെ കുറച്ചു നേരം ഈ ഒരു ലേലം വിളി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ക്രൂരനായിരിക്കുന്ന വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ വിളിച്ച് വെച്ചിരിക്കുന്ന ഈ വിലയോടുള്ള ബന്ധത്തിൽ അത് മേടിച്ച് ഈ പെൺകുട്ടിയെ സ്വന്തമാക്കുന്നതുകൊണ്ട് കാര്യമില്ല, അത് വളരെ നഷ്ടമായി തീരുമെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. And finally the value of this girl was so high that no one else could buy her. മറ്റാർക്കും വിളിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ ഈ പെൺകുട്ടികളോടുള്ള ബന്ധത്തിൽ വളരെയധികം വില കയറ്റിയാണ് ഇപ്പോൾ വിളിച്ചു നിർത്തിയിരിക്കുന്നത്. And then, you know, the auction was over, and this slave girl was handed over to this person. They wrote the bill of sale. They handed over the bill of sale for this girl to this person. അപ്പോൾ മറ്റാർക്കും സ്വന്തമാക്കുവാൻ സാധിക്കാത്ത രീതിയിൽ വിലയധികം അങ്ങനെ ഉയർന്നു നിന്നതുകൊണ്ട് മറ്റുള്ളവരെല്ലാം പിൻവാങ്ങി, ക്രൂരനായിരിക്കുന്ന മനുഷ്യനും പിൻവാങ്ങി. ഈ പുതിയ വ്യക്തി, നല്ലവനായിരിക്കുന്ന വ്യക്തി ഈ പെൺകുട്ടിക്ക് വേണ്ടി അവസാനം വിളിച്ച വിലയിൽ ഈ ലേലം അംഗീകരിച്ച് അയാൾക്ക് ഈ പെൺകുട്ടിയെ കൈമാറുവാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. And finally he started walking back. He got this lady, and he was walking back, and this lady started following him. അപ്പോൾ ഈ ലേലത്തിൻ്റെതായിരിക്കുന്ന ഉറപ്പിച്ചു എന്നുള്ള ആ ചീട്ട് ഈ പുതിയ വ്യക്തിക്ക് കൈമാറിയ അധികാരികൾ അയാൾക്ക് കൊടുത്തു. അയാൾ അതും വാങ്ങിക്കൊണ്ട് മുന്നോട്ട് നടന്ന് നീങ്ങുവാനായിട്ട് തുടങ്ങി. ഈ പെൺകുട്ടിയും അയാളുടെ പുറകെ പോകുവാനായിട്ട് അയാളെ പിന്തുടരുവാനായിട്ട് ചെന്നു. And then he turned back and asked, "Lady, what are you doing?" അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് ഈ പെൺകുച്ചിനെ കണ്ടിട്ട് ചോദിച്ചു, കുഞ്ഞെ നീ എന്താണ് എൻ്റെ പുറകെ വരുന്നത്? And he said that I bought you not to make you my slave. I bought you to make you free. അയാൾ പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ നിന്നെ ലേലം വിളിച്ച് സ്വന്തമാക്കിയത് ഒരിക്കലും എൻ്റെ അടിമയായിട്ട് നിർത്തുവാൻ വേണ്ടിയിട്ടല്ല, നിന്നെ സ്വതന്ത്രയാക്കി വിട്ടയക്കുവാൻ വേണ്ടിയിട്ടാണ്. And she said, "I don't understand." എനിക്ക് അങ്ങ് പറയുന്നത് മനസ്സിലായില്ല എന്ന് ആ പെൺകുട്ടി മറുപടി പറഞ്ഞു. And he took that bill of sale and he wrote, "You are free," and then he handed over that bill of sale to her, and he said, "You are free to do whatever you want to do. You are free. You can go now." അപ്പോൾ ആ മനുഷ്യന് തനിക്ക് അധികാരികളിൽ നിന്ന് കിട്ടിയതായിരിക്കുന്ന ആ ലേലത്തിന്റെ ആ ചീട്ട്
അത് ഈ പെൺകുട്ടിക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്രീ, അവൾ സ്വതന്ത്രയാണ് എന്നുള്ള വലിയ അക്ഷരത്തിൽ അത് എഴുതിയിട്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഇന്നു മുതൽ സ്വതന്ത്രയാണ്, നിനക്ക് സ്വതന്ത്രമായിട്ട് പോകാം. And she couldn't believe her eyes. അവൾക്ക് താൻ കേട്ടത് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. And she said, after some time, she said, "Sir, I don't know who you are." അപ്പോൾ അവൾ ഇങ്ങനെയും അയാളോട് പറഞ്ഞു, സാർ താങ്കൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. But no one has ever shown such a love and kindness to me. എന്നാൽ ഇത്രമേൽ സ്നേഹവും കരുണയും എന്നോട് ഇതുവരെയും ആരും കാണിച്ചിട്ടില്ല. If I am free to do as I please, nothing would please me more than to go with you and serve you till I die. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യുവാനും എൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ സ്വതന്ത്രയാണ് എങ്കിൽ അങ്ങേ പിന്തുടർന്ന് അങ്ങയുടെ കൂടെ വസിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങയുടെ ഒരു അടിമയായിട്ട് ഇനിയുള്ള എൻ്റെ ജീവിതകാലം ജീവിക്കുവാൻ ആണ് ഞാൻ താല്പര്യപ്പെടുന്നത്. And this is the story of us. പ്രിയമുള്ളവരെ, നമ്മുടെ കഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ? The price that was paid for us was so humongous. നമുക്കറിയാം, നമുക്ക് വേണ്ടി മുടക്കിയതായിരിക്കുന്ന വില എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കുന്ന ഒരു വിലയാണ്. That was the price of his own son. നമുക്കറിയാം, ദൈവത്തിൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ്റെ വിലയാണ് നമ്മളുടെ വില. And the true response to that love and freedom from this dominion of darkness and slavery is that, Lord, if you love me that much, I will serve you forever. അത്രമേൽ വില കൊടുത്ത് വാങ്ങി നമ്മളെ സ്വതന്ത്രരാക്കി പാപത്തിൻ്റെ അടിമത്തിൽ നമ്മളെ വിടുവിച്ചു എങ്കിൽ എത്രമേൽ നമ്മൾ അവന് നന്ദി പറയുകയും അവനെ പിൻപറ്റുകയും ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. And this is our story. പ്രിയമുള്ളവർ, ഇതാണ് നമ്മളുടെ കഥ. May God help us to taste this freedom. ഈ നമ്മൾക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം അത് ശരിയായ രീതിയിൽ ആസ്വദിക്കുവാൻ, അത് ആ രീതിയിൽ എൻജോയ് ചെയ്യുവാനായിട്ട് വലിയവനായിരിക്കും ദൈവം നമ്മളെ സഹായിക്കും. Don't look for any other masters. മറ്റ് ആളുകളെ അല്ലെങ്കിൽ മറ്റധികാരികളെ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരെ തേടി നമുക്ക് നടക്കുവാനായിട്ട് ആവശ്യമില്ല. It will not satisfy your longing. നമുക്കൊരിക്കലും അതിൽ തൃപ്തി കണ്ടെത്തുവാനായിട്ട് സാധിക്കില്ല. നമ്മളെ ഇത് തൃപ്തിപ്പെടുത്തത്തില്ല. It will not fulfill your desires. നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാനായിട്ട് ആ താല്പര്യങ്ങൾക്ക് മതിയാകത്തില്ല. The significance, the value, the worth that you are longing for, those things cannot give you other than Jesus Christ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന അഭിനന്ദനമോ അംഗീകാരമോ അല്ലെങ്കിൽ അനുമോദനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള മൂല്യമോ മറ്റോ എവിടെ നിന്നും കിട്ടുകയില്ല. അത് കർത്താവിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. Because the price that has been set for us is too high. No one else can now take us over. പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ ചുമത്തിയതായിരിക്കുന്ന വില, നമ്മൾക്ക് വേണ്ടി മുടക്കിയതായിരിക്കുന്ന വിലയുടെ മൂല്യം എന്ന് പറയുന്നത് അത് അത്രയോ വലിയതാണ്, അത്രയോ മഹത്തരമാണ്. അത് മറ്റ് ലോകത്തിലെ മറ്റൊരു വ്യക്തിക്കും അത് കൊടുക്കുവാനോ അത് വാങ്ങി നമ്മളെ ആ രീതിയിൽ ആദരിക്കുവാനോ സാധിക്കില്ല. കർത്താവിന് മാത്രം കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. Stay away from sin because it makes us slaves. പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം, കാരണം പാപം നമ്മളെ അടിമപ്പെടുത്തി കളയുവാനായിട്ട് സാധിക്കും. May God help us. വലിയവനായിരിക്കും ദൈവം നമ്മളെ സഹായിക്കും.